ഇന്നൊരു ഫ്രൈഡേ ആണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റിംഗ് എലമെൻറ്റും ലൈഫിൽ ഉണ്ടായിട്ടില്ല. സാധാരണ ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ഷെയർ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ ന്യൂട്രലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ റെയറായിട്ടേ വരാറുള്ളൂ. ആ ദിവസങ്ങളെല്ലാം ഞാൻ ഒരു കുട്ടി ഷോപ്പിംഗ് നടത്താറുണ്ട്. സത്യത്തിൽ വളരെ കുട്ടി ഷോപ്പിംഗ് തന്നെയാണ്. വീട്ടിലുള്ള കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയിട്ട്. ഇതുമായിട്ട് ചെന്ന് പുറകിൽ ഹോൾഡ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ചെല്ലാറ്. അപ്പോഴവർക്കറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ആണെന്ന്. വളരെ എക്സൈറ്റ്മെൻറ്റോടെ വന്ന് അവരുടെ ലവ് ലാംഗ്വേജ് ഭയങ്കര സ്പെഷ്യലാട്ടോ. അതെല്ലാം കണ്ടിരുന്ന് അവരുടെ സ്നേഹമൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞു സാധനം കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാവും. ഇവരുടെ അതേ ഏജിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇത് എവിടുന്നാ കിട്ടുക എന്നുള്ള ക്യൂരിയോസിറ്റിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തുകൊണ്ടും അമ്മയോട് ചോദിക്കാൻ പോയിട്ടില്ല. അമ്മയ്ക്ക് പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുമുണ്ട്. ഇവിടെ സാധാരണ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവരിവിടെ ഓടിച്ചാടി നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അക്കാന്ന് വിളിച്ച് ഓടി വരാറുണ്ട്. പ്രാക്ടിക്കലി ഇത്ര പ്രായ വ്യത്യാസത്തിലൊരു അനിയത്തി ഉണ്ടാവാൻ ചാൻസ് ഇല്ലെങ്കിലും ഇവരെൻ്റെ അനിയനും അനിയത്തിയും പോലെയാണ് കേട്ടോ. ശരിക്കും എൻ്റെ മക്കളാവാനുള്ള പ്രായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ എൻ്റെ അനിയനും അനിയത്തിയുമായിട്ടാണ് അവരെ കാണുന്നത്. എന്തായാലും ലൈഫ് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട്.